ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ഈ ആലപ്പുഴ ബീച്ചിലെന്ന് പറയുമ്പോൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന തീരദേശ റോഡിൽ ധാരാളം ക്രിസ്തീയ ദേവാലയങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയുടെ ആലപ്പുഴ മുതൽ അങ്ങ് ചെല്ലാനം വരെയാണ് ആലപ്പുഴ ജില്ലയുടെ അതിർത്തി വരുന്നത്. ഞാൻ ഇന്ന് കാണിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അർത്തുങ്കൽ പള്ളി വരെ പോകുന്ന സ്ഥലങ്ങൾ, അത്രയും ദൂരത്ത് കുറേ ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളുടെ കാഴ്ചയാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. നമുക്ക് ആ ദേവാലയങ്ങൾ 1 മുതൽ തുടങ്ങി അങ്ങ് അർത്തുങ്കൽ, ആലപ്പുഴ മുതൽ തുടങ്ങി അർത്തുങ്കൽ വരെ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം കാണിക്കുന്ന പള്ളി ഇതാണ്, സെൻറ്റ് സേവിയേഴ്സ് ചാപ്പൽ. ഇത് ആലപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള ഒരു പള്ളി തന്നെയാണ്. CMI സഭാ വിഭാഗത്തിലെ ഒരു പള്ളിയാണ്. സെൻറ്റ് സേവിയേഴ്സ് ചർച്ച്. ഈ പള്ളിയുടെ എല്ലാം മുൻഭാഗമാണ് ഞാൻ കാണിക്കുന്നത്, അകത്തേക്ക് കയറുന്നില്ല. ആലപ്പുഴ ബീച്ച് ഇതിനോട് ചേർന്ന് തന്നെയാണ്. ആലപ്പുഴ ബീച്ച് ആ കാണുന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ പള്ളി വരുന്നത്, സെൻറ്റ് സേവിയേഴ്സ് ചാപ്പൽ. ഞാൻ ആലപ്പുഴയിൽ നിന്നും വടക്കോട്ടാണ് പോകുന്നത്, അർത്തുങ്കലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ പള്ളിയാണ് ഈ കാണിക്കുന്നത്, സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്. ഇതും ആലപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള ഒരു പള്ളി തന്നെയാണ്. നമ്മുടെ ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ്. ഇതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ഇതും ബീച്ചിനടുത്ത് തന്നെ ഒരു പള്ളിയാണ്. നമ്മുടെ എലിവേറ്റർ ഹൈവേ പോകുന്നത് ഇതുവഴിയാണ് പോകുന്നത്. ഈ കാണുന്നതാണ് എലിവേറ്റർ ഹൈവേ പോകുന്നത്. ഒരു റോഡ് ഇപ്പോൾ സർവീസാണ്, അടുത്തത് കൊണ്ട് പണി നടക്കുന്നുണ്ട്. ഇതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്, സിബി വാർഡ്, ആലപ്പുഴ. നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചയിലേക്ക് പോകാം. അടുത്ത് ഞാൻ കാണിക്കുന്നത് പ്രശസ്തമായ ഒരു പള്ളിയാണ്, തുമ്പോളി പള്ളി, സെൻറ്റ് തോമസ് ചർച്ച്, തുമ്പോളി. ഡിസംബർ 8-ാം തീയതി നടക്കുന്ന പെരുന്നാളാണ് ഈ പള്ളിയുടെ മുഖ്യ ആകർഷണം. ഇത് ഈ തുമ്പോളി റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു പള്ളിയാണ്. തീരദേശത്ത് കാണുന്ന ഒരു വലിയ ദേവാലയമാണിത്. ഈ കാണുന്നതാണ് തുമ്പോളി സെൻറ്റ് തോമസ് പള്ളിയുടെ മുൻഭാഗം. ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ളൊരു പള്ളിയാണ് തുമ്പോളി സെൻറ്റ് തോമസ് പള്ളി. അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. ഇതാണ് തുമ്പോളി സെൻറ്റ് തോമസ് പള്ളിയുടെ സൈഡിലത്തെ കാഴ്ച. തെക്കേ സൈഡാണ്. എപ്പോഴും നമ്മുടെ പള്ളിയിൽ വരുന്നവർക്ക്, വിശ്വാസികൾക്ക് വേണ്ടി പള്ളിയെല്ലാം തുറന്നിട്ടിട്ടുണ്ട്. കണ്ടോ, പള്ളിയുടെ അകത്തെ കാഴ്ച ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് തുമ്പോളി സെൻറ്റ് തോമസ് പള്ളിയുടെ കാഴ്ചകൾ. ഇതാണ് തുമ്പോളി പള്ളിയുടെ കാഴ്ചകൾ. നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചയിലേക്ക് പോകാം. അടുത്ത ഞാൻ കാണിക്കുന്ന പള്ളിയാണ് സെൻറ്റ് മരിയ ഗൊരേത്തി റോമൻ കാത്തലിക് ചർച്ച്, ചെട്ടിക്കാട്. ചെട്ടിക്കാട് എന്ന പ്രദേശത്തുള്ള ഒരു ദേവാലയമാണിത്. ആലപ്പുഴ കൊറോണയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ് ചെട്ടിക്കാട് പള്ളി, മരിയ ഗൊരേത്തി. നമുക്ക് ആ പള്ളിയുടെ മുൻഭാഗത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ചെറിയ ഗ്രോട്ടോകളാണിത്. ഈ ചെട്ടിക്കാട് ചർച്ച് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ദേവാലയമാണ്. അധികം പഴക്കമില്ലാത്ത പള്ളിയാണിത്. പള്ളിയുടെ അകത്ത് കുർബാന നടക്കുന്നുണ്ട്. ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കണം. രണ്ട് സൈഡിലും അകത്തേക്ക് കയറിപ്പോകാനുള്ള സ്ലോപ്പ് ഇട്ടിട്ടുണ്ട്. കൊള്ളാം, ദേവാലയമാണ്. ചെട്ടിക്കാട് മരിയ ഗൊരേത്തി പള്ളിയുടെ കാഴ്ചകൾ അവസാനിച്ചിരിക്കുകയാണ്.
നമുക്ക് അടുത്ത ദേവാലയത്തിലേക്ക് പോകാം. ഞാൻ നേരത്തെ കാണിച്ച മരിയകുര്യാത്തി പള്ളിയും അടുത്ത് കാണിക്കുന്ന പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവേഴ്സ് ചർച്ച് ഓമനപ്പുഴ. ഈ ദേവാലയം തമ്മിൽ 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ആ പള്ളി, ഓമനപ്പുഴ പള്ളി. ഇതാണ് ഓമനപ്പുഴ പള്ളിയുടെ പുറകുഭാഗം. നമുക്ക് മുൻപിലെ കാഴ്ചയിലേക്ക് പോകാം. ഓമനപ്പുഴ പള്ളിയുടെ മുൻഭാഗത്തേക്ക് പോവുകയാണ്. ഇതാണ് സൈഡിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ സ്കൂളുകളൊക്കെ ഉണ്ട് ഈ പള്ളിക്ക്. ഇതാണ് ഓമനപ്പുഴ പള്ളിയുടെ മുൻഭാഗം. ഇതും ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള പള്ളിയാണ്. നമുക്കിനി അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ നേരത്തെ കാണിച്ച പള്ളിയുമായിട്ട് ഈ പള്ളിക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അടുത്ത കാണിക്കുന്ന പള്ളിയാണിത്. ക്രിസ്തുരാജ ദേവാലയം, റോമൻ കാത്തലിക് ചർച്ച്, ചെറിയപുഴി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇതും ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള പള്ളിയാണ്, ക്രിസ്തുരാജ ദേവാലയം. ആ പള്ളിയുടെ കാഴ്ചകളിൽ പോവാം. ഇതാണ് ആ പള്ളിയുടെ മുൻഭാഗം, ക്രിസ്തുരാജ ചർച്ച്, ചെറിയപുഴി. ഇതെല്ലാം ആലപ്പുഴ ജില്ലയുടെ തീരദേശ റോഡിലുള്ള ഓരോ ദേവാലയങ്ങളാണ് ഇതെല്ലാം. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് തീരദേശ റോഡ് വരുന്നത് കേട്ടോ. എല്ലാ പള്ളിയും അങ്ങനെ തന്നെയാണ്. നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ നേരത്തെ കാണിച്ച ക്രിസ്തുരാജന്റെ പള്ളിയിൽ നിന്നും അടുത്ത പള്ളിയിലേക്ക് ഏകദേശം 3.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. അടുത്ത് കാണിക്കുന്നതാണ് കാട്ടൂർ സെന്റ് മൈക്കിൾസ് ചർച്ച്. ഇതാണ് കാട്ടൂർ സെന്റ് മൈക്കിൾസ് ചർച്ച്. തീരദേശത്ത് തന്നെ ഒരു ഏറ്റവും കൂടുതൽ ഇടവക ജനങ്ങളുള്ള ഒരു പള്ളിയാണ്. ധാരാളം ആൾക്കാർ കൂടുന്ന ഒരു വലിയ പള്ളിയാണിത്, കാട്ടൂർ സെന്റ് മൈക്കിൾസ് ചർച്ച്. പള്ളിയുടെ മുൻഭാഗത്ത് ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റോഡാണ്, തീരദേശ റോഡ്. റോഡിന്റെ കിഴക്കേ സൈഡിലാണ് ഈ പള്ളി വരുന്നത്. ഇതിന് ഹോസ്പിറ്റലുണ്ട് ഈ പള്ളിക്ക്. ഒരു വലിയ ദേവാലയമാണ് കാട്ടൂർ സെന്റ് മൈക്കിൾസ് ചർച്ച്. ഇനി നമുക്ക് അടുത്ത ദേവാലയത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ തീരദേശ റോഡിൽ പോകുമ്പോൾ കാണുന്ന വേറൊരു പള്ളിയാണ് സെന്റ് വിൻസെന്റ് പള്ളോട്ട് ചർച്ച്. അതായത് ആലപ്പുഴയിലൊക്കെ ഈ പള്ളി പള്ളോട്ടി പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. സെന്റ് വിൻസെന്റ് പള്ളോട്ട് ചർച്ച്. ഈ കാണുന്നതാണ് ആ പള്ളി. കണ്ടോ? ഇതൊരു പുതിയ പള്ളിയാണ്. ഇതിന്റെ കൂദാശ കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഇതിന് സൈഡിലൊരു ഹോളുണ്ട്. നല്ല പള്ളിയാണ്, സെന്റ് വിൻസെന്റ് പള്ളോട്ട് ചർച്ച്. നമുക്കിനി അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. തിരുക്കുടുംബ ദേവാലയം, പൊള്ളേത്തൈ, ആലപ്പുഴ രൂപതയിലുള്ള പള്ളിയാണ്. ഞാൻ ആലപ്പുഴ ബീച്ചിൽ നിന്നും പുറപ്പെട്ട് തീരദേശ റോഡിലൂടെ അവിടുത്തെ പള്ളികളെല്ലാം കാണിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പൊള്ളേത്തയിലാണ്. പൊള്ളേത്തൈ ഹോളി ഫാമിലി ചർച്ച്. ഈ കാണുന്നതാണ് ആ പള്ളി. പുരാതനമായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു പള്ളിയാണ്.
ഈ പള്ളി. പൊള്ളേത്തൈ പള്ളി, ഹോളി ഫാമിലി ചർച്ച് പൊള്ളേത്തൈ. പള്ളിയുടെ മുൻഭാഗത്ത് കുരിശിൻ്റെ വഴിയെ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന 14 സ്ഥലങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാണുന്നതൊക്കെ ഈശോയുടെ കുരിശിൻ്റെ വഴിയുടെ ഓരോരോ ഭാഗങ്ങളാണ്. ഇതാണ് നമ്മുടെ പൊള്ളേത്തൈ ഹോളി ഫാമിലി ചർച്ചിൻ്റെ കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ നേരത്തെ കാണിച്ച പൊള്ളേത്തൈ ഹോളി ഫാമിലി ചർച്ചിൽ നിന്നും അടുത്ത ദേവാലയത്തിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദേവാലയത്തിന്റെ പേരാണ് സെന്റ് അഗസ്റ്റീൻസ് റോമൻ കാത്തലിക് ചർച്ച്, മാരാരിക്കുളം, ആലപ്പുഴ രൂപത. ഇതാണ് സെന്റ് അഗസ്റ്റിൻ ചർച്ച്. ഇതെല്ലാം തീരദേശ റോഡിന് സൈഡിലുള്ള ഒരു പള്ളി തന്നെയാണ്. കാണുന്ന തീരദേശ റോഡാണ്. ഇതാണ് സെന്റ് അഗസ്റ്റിൻ ചർച്ച്, മാരാരിക്കുളം. തീരദേശ റോഡിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് ഈ കാണുന്നത്. ഈ പള്ളിയിലും ഇപ്പോൾ കുർബാന നടക്കുന്നുണ്ട്. ഒരുപാട് ഇടവക വീടുകളുള്ള ഒരു ദേവാലയമാണ് ഈ സെന്റ് അഗസ്റ്റിൻ ചർച്ച്. നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ നേരത്തെ കണ്ട പള്ളിയിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോഴാണ് ഇവിടെ ജനക്ഷേമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ജനക്ഷേമം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് തന്നെയാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ജനക്ഷേമം പള്ളി എന്നാണ്. പക്ഷേ ഈ പള്ളിയുടെ പേര് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്നറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് ആ പള്ളി. സെബസ്ത്യാനോസ് നാളത്തെ രൂപ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊരു ചെറിയ പള്ളിയാണ്. ഇത് ഇടവകപ്പള്ളി അല്ല. ഇവിടെ ഓരോ ദിവസങ്ങളിലും അച്ഛന്മാർ വന്ന് കുർബാന ചൊല്ലുകയാണ്. അങ്ങനത്തെ ഒരു പള്ളിയാണ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച്, ജനക്ഷേമം. ഈ കാണുന്നതാണ് ആ പള്ളി. കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് ഈ പള്ളിയിലേക്കുള്ളത്. നമുക്ക് അടുത്ത പള്ളിയുടെ കാഴ്ചയിലേക്ക് പോകാം. ഞാനിങ്ങനെ തീരദേശ റോഡിൽ മുമ്പോട്ട് വന്നു ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് ചെത്തി എന്ന് പറയുന്ന സ്ഥലം. ചെത്തിയിലാണ് ഹാർബറൊക്കെ ഉള്ളത്, ഫിഷിംഗ് ഹാർബർ ഉള്ളത്. അത് ഇതിലേ പോകണം. തീരദേശ റോഡിലേക്ക് പോയിട്ട് ബീച്ചിൽ ചെല്ലുമ്പോൾ ചെത്തി ഫിഷിംഗ് ഹാർബർ ആകും. അവിടെയാണ് ആലപ്പുഴ ധനുഷ്കോടി എന്ന് പറയുന്ന ആ സ്ഥലമൊക്കെ ഉള്ളത്. ആ ചെത്തിയിലുള്ള ഒരു പള്ളിയാണ് ഞാൻ കാണിക്കുന്നത്. സെന്റ് ജോസഫ് ചർച്ച് ചെത്തി. ഈ കാണുന്നതാണ് ആ പള്ളി. ഒരു വലിയ പള്ളിയാണിത്. അതിമനോഹരമായിട്ടുള്ള ഒരു വലിയ പള്ളി. ഇതും തീരദേശ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന പള്ളി തന്നെയാണ്. ചെത്തി പള്ളി, സെന്റ് ജോസഫ് ചർച്ച് ചെത്തി. നമുക്കിനി അടുത്ത പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഞാനങ്ങനെ തീരദേശ റോഡിൽ കടന്നു വന്നപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 15 കിലോമീറ്റർ ദൂരമായിട്ടുണ്ട്. ഇവിടെയാണ് ചേന്നവേലി പള്ളി. ചേന്നവേലി സെന്റ് ആന്റണീസ് ചർച്ച്. അന്തോണിസ് മുന്നിൽ കാണിച്ച നാമയത്തിലുള്ള പള്ളിയാണ്. ആദ്യമായിട്ടാണ് ഈ തീരദേശ റോഡിൽ ഒരു അന്തോണിസ് മുന്നിൽ കാണിച്ച നാമയത്തിലുള്ള പള്ളി കാണുന്നത്. ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ ഒരു കുരിശടിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അന്തോണിസ് പുണ്യാളച്ചൻ്റെ ആ ഒരു കുരിശടി രൂപം.
ഇനി നമുക്ക് ഈ ദേവാലയത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. സെൻറ്റ് ആന്റണീസ് ചർച്ച് ചേന്നവേലി. ചേന്നവേലി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിന് കൂടി ചേർന്ന് തന്നെയാണ് ഈ പള്ളി അറിയപ്പെടുന്നത്, ചേന്നവേലി പള്ളി. സെൻറ്റ് ആന്റണീസ് ചർച്ച് ചേന്നവേലി കാണുന്നതാണ് ആ പള്ളിയെ. ഈ പള്ളിക്കെല്ലാം ഒരുപാട് മുൻഭാഗത്ത് ഒരുപാട് മുറ്റമുണ്ട്. എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്താനാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പന്തലൊക്കെ ഇട്ട് പുറകെ നടത്താൻ പറ്റും. ഇതാണ് ഈ ചേന്നവേലി പള്ളി. നമുക്കിനി അടുത്ത പള്ളി കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിങ്ങനെ വന്നപ്പോഴാണ് തിരുവിഴ എന്ന് പറയുന്ന ബീച്ച് റോഡിൽ ഒരു ചെറിയൊരു ചാപ്പലുണ്ട്. റീത്താലയം ചാപ്പൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. റീത്താലയം ചാപ്പൽ. ഇത് അർത്തിങ്കൽ പള്ളിയുടെ കീഴിലുള്ള ഒരു പള്ളി തന്നെയാണ്. പള്ളിയല്ല, ഒരു കുരിശുപള്ളി, ഒരു ചെറിയ കുരിശുപള്ളി. പക്ഷെ ഇവിടെ എല്ലാ ദിവസവും കുർബാനയുള്ള പള്ളിയാണ്. ഇതാണ് ഈ പള്ളിയുടെ മുൻഭാഗവും അകഭാഗവും എല്ലാം ഒന്ന് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ ഈ പള്ളിയുടെ മുൻഭാഗം. ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് കുർബാന സംബന്ധിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ പുതിയ പള്ളി പണിയുന്നുണ്ട് അവർ. ഇപ്പോൾ കുർബാന നടക്കുന്നത് ഇവിടെയാണ്. ആൾക്കാർ ഇവിടെ നിന്നാണ് കുർബാന സംബന്ധിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അൽത്താര, ബലിപീഠം വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ അകവശം. ഇവിടെ ധാരാളം ചേട്ടന്മാരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇതിൻ്റെ തിണ്ണയിലിരുന്നാണ് ഇവരൊക്കെ വൈകുന്നേര സമയങ്ങളിലെല്ലാം സമയം കളയുന്നത്. റീത്താലയം ചാപ്പൽ, തിരുവിഴ. അടുത്ത് വരുന്നത് അർത്തിങ്കൽ പള്ളിയാണ്. മാതാവിൻ്റെ ഒരു രൂപക്കൂടുണ്ട് ഇവിടെ. ഈ സൈഡിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ഒരു രൂപക്കൂട് ഇരിപ്പുണ്ട്. ഞാനങ്ങനെ ആലപ്പുഴയിൽ നിന്ന് മുമ്പോട്ട് വന്നു. ഏകദേശം 20 കിലോമീറ്റർ ദൂരം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടം വരെ ഉള്ളൂ എൻ്റെ ദേവാലയത്തിൻ്റെ കാഴ്ചകളെ കാണിക്കുന്നുള്ളൂ. ഈ സ്ഥലം വരുന്നത് അർത്തിങ്കലാണ്. അർത്തിങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക. ഈ കാണുന്നതാണ് ആ ബസിലിക്ക പള്ളി. ഇത്രയും ദൂരം ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതായത് പല പല സ്ഥലങ്ങളിലെ കാഴ്ചകൾ. റോഡിൻ്റെ 2 സൈഡിലും ദേവാലയങ്ങളുണ്ട്. അവിടെ വണ്ടി നിർത്തണം, അവിടെ ഇറങ്ങി ആ സൈഡിലത്തെ കാഴ്ചകളെല്ലാം കാണിക്കണം. അങ്ങനെ കാണിച്ച് ഞാൻ 3 മണിക്കൂർ കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഈ കാണുന്നതാണ് അർത്തിങ്കൽ പള്ളി. അർത്തിങ്കൽ പള്ളിയിൽ ജനുവരിയിൽ നടക്കുന്ന പെരുന്നാൾ, മകരം പെരുന്നാൾ, ജനുവരി 20-ാം തീയതിയിലെ പെരുന്നാൾ ഒക്കെ വളരെ പ്രശസ്തമായിട്ട് പെരുന്നാളാണ്. കാണുന്നതാണ് അർത്തിങ്കൽ പള്ളിയുടെ മുൻഭാഗം. അർത്തിങ്കൽ ബസിലിക്ക പള്ളിയാണിത്. പ്രിയമുള്ളവരെ, എൻ്റെ ഈ വീഡിയോ, അതായത് ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴ ബീച്ചിൽ നിന്നും തീരദേശ റോഡ് വഴി മുമ്പോട്ട് പോകുമ്പോൾ അർത്തിങ്കൽ വരെ ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 20 കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള പള്ളികൾ, റോഡിൻ്റെ 2 സൈഡിലുള്ള പള്ളികളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. എൻ്റെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.